സൗന്ദര്യം ആസ്വദിക്കാം. സ്വദേശത്തേക്കും വിദേശത്തേക്കും യാത്ര ചെയ്യാം സൂര്യയിലൂടെ. പാസ്പോർട്ട്, എമിഗ്രേഷൻ, ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, വിസ സ്റ്റാമ്പിംഗ്, സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ, വിസിറ്റിംഗ് വിസ, ഹോളിഡേ പാക്കേജസ്, ഉംറ പാക്കേജുകൾ, ഹോട്ടൽ ബുക്കിംഗ്, ഇൻഷുറൻസ്, ഫോട്ടോസ്റ്റാറ്റ്, ലാമിനേഷൻ, പാൻ കാർഡ്, റബ്ബർ സീൽ. സൂര്യ ഇന്റർനാഷണൽ ട്രാവൽസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്, വടക്കാഞ്ചേരി, ചേലക്കര, ഡൽഹി, ദുബായ്, ഇപ്പോൾ ആറങ്ങോട്ടുകരയിലും. ഫോൺ 9447268947 8056999614. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. വെള്ളത്തിലായ വ്യാപാരികളുടെ വിഷമങ്ങൾ കാണാതെ പോകരുത് നഗരസഭയെന്ന് വ്യാപാരികൾ. കഴിഞ്ഞ പ്രളയത്തിൽ വ്യാപാരികൾക്ക് 2 കോടി രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി വ്യാപാരികൾ പറഞ്ഞു. മുന്നറിയിപ്പില്ലാതെ വാഴാനി ഡാം തുറന്നുവിട്ട സംഭവത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾ നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രന് നിവേദനം കൈമാറി. ഞങ്ങളെ ബഹുമാനപ്പെട്ട ചെയർമാൻ ഒരു നിവേദനം കൊടുക്കാനാണ്. ഏകദേശം ഒരു 60ഓളം അന്ന് പ്രളയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏകദേശം ഒരു 60ഓളം സ്ഥാപനങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അതിൽ കുറേ ആൾക്കാർക്ക് തന്നിട്ടുണ്ട്, കുറച്ച് ആൾക്കാർ അത് കുഴപ്പമില്ല എന്നുള്ളത്. പക്ഷേ ഏകദേശം ഒരു 2 കോടി രൂപയോളം ഇവിടെ പ്രളയത്തിൽ ഞങ്ങൾക്ക് നഷ്ടം വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിപ്പം എങ്ങനെ ഓവർകം ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം അത് എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ അതൊന്ന് ചെയ്തു തരണം. മാത്രമല്ല മറ്റൊരു വിഷമം ഉണ്ടായത് എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ട രീതിയിലൊരു അനൗൺസ്മെൻറ്റോ അതൊന്നും ഉണ്ടായില്ല. അത് കാരണം പല ആൾക്കാരും അത് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് ഒരു അപ്പോൾ വരും കാലങ്ങളിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പ്രോപ്പറായിട്ടുള്ളൊരു അനൗൺസ്മെൻറ്റ് നടത്തിയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ കുറേയെങ്കിലും സാധനങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റുമായിരുന്നു. കാരണം ഡാം തുറക്കുന്നുണ്ടെന്ന് അറിഞ്ഞു, പക്ഷെ ഇത്രത്തോണ്ടൊരു പ്രശ്നം വരുന്ന ആരും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ വരും കാലങ്ങളിൽ ഇങ്ങനത്തെ ഒരു സന്ദർഭം വരുമ്പോൾ ഒരു അനൗൺസ്മെൻറ്റോ അതിൻ്റെ ഒരു ജാഗ്രതയുടെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അതൊരു മുന്നറിയിപ്പും കൂടി ഞങ്ങൾക്ക് തരികയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇത് പിന്നെ ഒരു നിവേദനം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഓണത്തോടനുബന്ധിച്ച് പ്രാവശ്യം ഓണാഘോഷം ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷേ ഓണത്തോടനുബന്ധിച്ച് ഇപ്പോൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ പൂക്കടക്കാർക്കാണ് വലിയ പ്രശ്നം. അതിൽ വലിയൊരു തമിഴ്നാട്ടിൽ നിന്നൊരു പാർട്ടി അതിൽ ഓരോ സ്ഥലത്തും കസേര ഇട്ടിട്ടിട്ട് ഇങ്ങനെ ഒരു 10-15 സ്ഥലത്തേക്ക് വിൽക്കുക. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർക്ക് അത് വലിയൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അതേമാതിരി തന്നെ ഓണത്തിന് നമ്മൾ പല റെസ്ട്രിക്ഷൻസും നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ റോഡായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ബസ് ഇപ്പോൾ നമ്മൾ അതിന് മാക്സിമം ചെയ്യുമ്പോഴും ഇത്തരത്തിലുള്ള ചെറുകിട ഇവർ കൊണ്ടുവന്നിടുമ്പം ആകെ ബ്ലോക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഓണത്തോടനുബന്ധിച്ച് ഇപ്രാവശ്യം ഇപ്പം നമുക്ക് ആഘോഷങ്ങളുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല, ഒരു റെസ്ട്രിക്ഷൻ നമുക്കൊന്ന് കൊണ്ടുവരാനും കൂടി അവരെല്ലാവരും കൂടി ചെറുകിടക്കാരും കൂടി ഒന്ന് തന്നു. അതെ, അപ്പോൾ അതെന്തെങ്കിലും നമുക്കൊന്ന് ചെയ്യാൻ പറ്റാവുന്നതാണെങ്കിലേ. ഓണക്കാലത്ത് അനധികൃതമായി തെരുവോരങ്ങളിൽ നടത്തുന്ന പൂക്കച്ചവടം അനുവദിക്കരുത്. ലൈസൻസ് എടുത്ത് കച്ചവടം നടത്തിവരുന്ന കച്ചവടക്കാരെ ഇത്തരം കച്ചവടം കാര്യമായി ബാധിക്കും. പെരുകി വരുന്ന തട്ടുകടകൾ നിയന്ത്രിക്കണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു. വാഴാനി ഡാമിൽ നിന്നും മുന്നറിയിപ്പില്ലാതെ വെള്ളം തുറന്നുവിട്ടതാണ് പ്രളയത്തിൽ സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറാനിടയായതെന്ന് സൂര്യ ട്രാവൽസ് ഉടമ CK കുട്ടി പറഞ്ഞു. ജൂലൈ 30-നുണ്ടായ പ്രളയത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് ഡിവൈൻലി കിങ്ങിൽ ഇറങ്ങിയിട്ടുള്ള എല്ലാ കടകൾക്കും വമ്പിച്ച നഷ്ടം വന്നുപോയി. അതെന്താണെങ്കിൽ ഡാം തുറന്നതിനെ പറ്റി ഒരു വിവരം കിട്ടിയില്ല. അതിനോടനുബന്ധിച്ചുള്ള ഓഫീസേഴ്സ് ഒരു വിവരം തരാത്തതുകൊണ്ടാണ് അത് സംഭവിച്ചത്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഓഫീസിലെ ഫോട്ടോസ്റ്റാറ്റ് പറഞ്ഞാൽ അവിടെ വെയിറ്റുള്ള സാധനമാണ്. അത് കയറ്റി വയ്ക്കണമെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കൊണ്ടുപോകണം. അത് ചെയ്യാൻ പറ്റിയില്ല. കമ്പ്യൂട്ടർ കുറച്ച് കയറ്റി വെച്ചു. രാവിലെ വന്നപ്പോഴേക്കും ഫുള്ള് വെള്ളമായി. ഓഫീസിൻ്റെ ഉള്ളിൽ കയറി തിരിച്ചു പോകുമ്പോൾ തന്നെ ഒരടിയോളം വെള്ളം ഓഫീസിൻ്റെ ഉള്ളിൽ തന്നെ കയറി. ഫോട്ടോസ്റ്റാറ്റ്, ഇൻവെർട്ടർ, ഒരു കമ്പ്യൂട്ടർ 2 കയറ്റി വെച്ചിരുന്നു. കുറച്ച് പേപ്പേഴ്സ്, ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടി ഒരു 4 ലക്ഷത്തിൻ്റെ അടുത്ത് നഷ്ടം വന്നിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഡോക്യുമെൻറ്റ്സൊക്കെ മറ്റുള്ള ഡോക്യുമെൻറ്റ്സ് നഷ്ടപ്പെട്ടില്ല, പാർട്ടികളുടേതായിട്ടൊന്നും പോയിട്ടില്ല. എങ്കിലും പിന്നെ ഡാം തുറക്കുന്നതിനെ പറ്റി ഒരു വിവരം തന്നതില്ല. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉൾപ്പെടെ 4 ലക്ഷം രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായി. ആരും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും CK കുട്ടി പറഞ്ഞു. മിന്നൽ പ്രളയത്തിൽ കടയിൽ അരയ്ക്കൊപ്പം വെള്ളം കയറിയെന്ന് വാഴാനി റോഡിലെ ഷഹീർ ഹോം അപ്ലയൻസിലെ ജീവനക്കാരൻ പറഞ്ഞു. അപ്രതീക്ഷിതമായുണ്ടായ ഈ മിന്നൽ പ്രളയത്തിൽ വാഴാനി റോഡിലുള്ള ഷഹീർ ഏജൻസീസ് എന്ന കടയിൽ നിന്നാണ് ആ പ്രളയത്തിൽ നമ്മൾ അതിശക്തമായിട്ട് വെള്ളമാണ് ഈ കടയിലേക്ക് അത് ഇരച്ചു കയറിയത്. അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം ഒരു അരക്കപ്പം വെള്ളം കയറുകയും ഒരു 15 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടങ്ങൾ
ഗൃഹോപകരണങ്ങളാണ് കൂടുതലും. നമുക്ക് മിക്സി, ഗ്രൈൻഡർ, ഫാന് പോലുള്ള സാധനങ്ങളാണ് നമുക്ക് കൂടുതലും നാശനഷ്ടങ്ങൾ വന്നത്. അത് നമുക്ക് വിൽക്കാൻ പറ്റാത്ത രീതിയിൽ ആണ് നാശനഷ്ടങ്ങൾ വന്നുള്ളത്. കമ്പനിക്കാരായിട്ട് നമ്മൾ അറിയിപ്പിച്ചിട്ടുണ്ട്. അവർ കുറച്ചൊക്കെ ബോക്സൊക്കെ തരാമെന്ന് പറഞ്ഞു, പക്ഷേ എങ്കിലും കൂടി അത് വിൽക്കാൻ പറ്റില്ല. അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ വെള്ളം കയറിയിട്ട് ആകെ ഷോർട്ടായിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് വളരെ നഷ്ടമാണ് വന്നിട്ടുള്ളത്. നല്ല വെള്ളമാണ് ഇവിടെ വന്നത്. ഈ വാഴാണി റോട്ടിലുള്ള എല്ലാ കടകളിലും വെള്ളം കയറി, പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്കാണ് ബാധിച്ചത്. അപ്പോൾ അത് നമ്മൾ ബന്ധപ്പെട്ട ആളുകളൊക്കെ വന്ന് ഇവിടെ വന്ന് സന്ദർശിക്കുകയും എല്ലാ രാഷ്ട്രീയ പ്രതിനിധികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഏറെക്കുറെയൊക്കെ ആരെയും നമ്മൾ കുറ്റപ്പെടുത്തല്ല, എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതുമൂലം 15 ലക്ഷത്തോളം വിലപിടിപ്പുള്ള ഗൃഹോപകരണങ്ങൾ നശിച്ചു. ഇത് വിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രളയത്തിൽ നാശനഷ്ടം സംഭവിച്ച വ്യാപാരികൾക്ക് സഹായം അഭ്യർത്ഥിച്ച് വ്യാപാരികൾ നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രന് നിവേദനം സമർപ്പിച്ചു. മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ, സെക്രട്ടറി PN ഗോകുലൻ, CA ഷംസുദ്ദീൻ, ജയകുമാർ എന്നിവരും നിവേദനം സമർപ്പിക്കാൻ എത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്